ഹലോ കൂട്ടുകാരെല്ലാവർക്കും എർത്ത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സങ്കടകരമായൊരു കാഴ്ചയോടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഒരു കർഷകൻ്റെ 1300ഓളം വാഴകളാണ് ഈ ഒടിഞ്ഞെടുക്കുന്നത്. ഇത് അവൻ്റെ ഒരു പ്രതീക്ഷകളാണ്. ഈ കൊലകൾ വെട്ടി അവൻ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്പാദ്യം, വരുമാനം. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് പ്രകൃതി എറുകുന്ന ഒരു ദുരന്തകരമായ കാഴ്ചകളാണിതൊക്കെ. എല്ലാ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ വിഷമം നൽകുന്നൊരു കാര്യമാണ്. ഇതിൽ പലരും ഇൻഷുറൻസുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ചെറിയൊരു രീതിയിലുള്ള വരുമാനം നമുക്ക് തിരിച്ച് കിട്ടും. ഫുള്ളായിട്ട് നമുക്ക് ലാഭം കിട്ടണമെന്നില്ല. ലാഭം എപ്പോഴും കിട്ടുക എന്ന് വെച്ചാൽ ഈ കൊലകളെല്ലാം വിറ്റാലാണ് അതിൻ്റെ ലാഭം കിട്ടുക. പക്ഷെ ഇതിലെ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാവരും ഇൻഷുറൻസ് ചെയ്തിരിക്കുക. പിന്നെ ദുരന്തങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പ്രകൃതിയെ നമുക്ക് തടുത്ത് നിർത്താനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ കർഷകർക്ക് നല്ല മനോധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കിട്ടട്ടെ. കർഷക ആത്മഹത്യകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ. കർഷകർ ഇത് കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുന്നവരല്ല. വീണ്ടും അവർ ഈ ഭൂമി വീണ്ടും നിരപ്പാക്കിയാൽ വീണ്ടും കൃഷി ചെയ്യുന്നവരാണ് കർഷകർ. അപ്പോൾ അവരെ ബഹുമാനിക്കാനും കൂടി നമുക്ക് സാധിക്കട്ടെ.